ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഡോക്യുമെൻ്റ് ചെയ്യാൻ പോണത് എൻ്റെ ഒരു സെൽഫ് കെയർ ഡേ ആണ്. കാരണം കഴിഞ്ഞൊരു യൂട്യൂബ് തുടങ്ങി കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്ത് കുക്കിംഗ് വീഡിയോസ് മാത്രമാണ്. അപ്പോൾ ഇതൊരു കുക്കിംഗ് ചാനലാക്കി മാറ്റാൻ ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ ഇന്നൊരു എൻ്റെ ഒരു സെൽഫ് കെയർ ഡേ ഇവിടെ ഡോക്യുമെൻ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സെൽഫ് കെയർ ഡേ എടുക്കാൻ കാരണമുണ്ട്. കാരണം കഴിഞ്ഞൊരു 4 ആഴ്ചയായിട്ട് ഞാൻ ഭയങ്കര പ്രഷറിലായിരുന്നു, വർക്ക് പ്രഷറിൽ. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 13-14-15 അവേഴ്സ് വരെയൊക്കെ ഞാൻ വർക്ക് ചെയ്യാണ്. ബാക്കി കുറച്ച് ടൈമിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഈ സിസ്റ്റത്തിൻ്റെ മുന്നിലിരുന്നിട്ട് എനിക്കിങ്ങനെ ഈ ഷോൾഡർ പെയിനും ബാക്ക് പെയിനൊക്കെ വളരെ അധികം ബാക്ക് പെയിനൊക്കെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു സ്പാ ചെയ്യാമെന്ന്. അപ്പോൾ ഇന്ന് ഞാനൊരു സ്പാ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഡോക്യുമെൻ്റ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഊബർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു 1 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസേ ഉള്ളൂ. പണ്ടല്ല, കുറച്ച് കാലം മുന്നേ വരെ നമുക്കിവിടെ ഊബർ ബൈക്സ് അവൈലബിൾ ആയിരുന്നു. ശരിക്കും കുഞ്ഞ് ഡിസ്റ്റൻസൊക്കെ പോകുമ്പോൾ അത് നല്ല ലാഭമായിരുന്നു. എക്കോണമിക്കലും ലാഭമാണ്, പിന്നെ പെട്ടെന്ന് ടൈമും പെട്ടെന്ന് നമുക്ക് എത്താനൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നിർത്തലാക്കിക്കാണ് ഇവിടെ ബാംഗ്ലൂർ. അപ്പോൾ നമുക്ക് കുഞ്ഞ് ഡിസ്റ്റൻസ് ആണെങ്കിലും ഓട്ടോ തന്നെ വിളിച്ച് പോകണം. ഓട്ടോ വിളിച്ച് പോകുമ്പോൾ പറഞ്ഞ പോലെ കോസ്റ്റും കുറച്ച് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബാംഗ്ലൂരിലെ ട്രാഫിക് അറിയാമല്ലോ, അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഈ ഓട്ടോ കുത്തിത്തിരികി പോകണത് ബൈക്കുകാർ ഭയങ്കര സ്കിൽഫുള്ളാണ്. അവരിങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കുത്തിത്തിരികി പോയി നമ്മൾ പെട്ടെന്ന് എത്തും. ഓട്ടോ നമുക്ക് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. പക്ഷേ ഇതിപ്പോൾ ഞാൻ പോണ ഏരിയയിൽ ട്രാഫിക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്. നമ്മൾ അങ്ങനെ മെയിൻ റോഡൊന്നും ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ. അപ്പോൾ നമുക്ക് ഊബറിന് വെയിറ്റ് ചെയ്യാം. ഊബറല്ല, നമ്മയാത്രിയാണ്. ഇവിടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2-3 ആപ്പുണ്ട്. നമ്മയാത്രി, റാപ്പിഡോ, ഊബർ, അതുപോലെ നമ്മുടെ ഓല. പക്ഷെ ഞാൻ നമ്മയാത്രി കുറച്ചും കൂടി റീസണബിളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മയാത്രി ഇപ്പം അടുത്ത് വന്നിട്ടുണ്ടാവും, കുറച്ച് കാലമായിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അത് നല്ല റീസണബിളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതാണ് കുറച്ചും കൂടി എടുക്കാറ്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ഓൺ ദ വേ മെസ്സേജ് വന്നിട്ടുണ്ട്. ഈ നമ്മയാത്രിയിൽ നമ്മൾ ഈ ഡ്രൈവർ എടുത്തെത്താറാവൂലേ, അപ്പോൾ ഇങ്ങനെ ഹോൺ അടിക്കുന്ന ഒച്ച കേൾക്കാം. ഞാൻ കഴിഞ്ഞ യൂട്യൂബിൽ വീഡിയോ ഇട്ട സമയത്ത് ആ ഒരു ഒച്ച റെക്കോർഡായിട്ടുണ്ടായിരുന്നു. ഞാൻ ഡ്രൈവർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ഇങ്ങനെ പാം പാം എന്നുള്ള ഒച്ച വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ ഡ്രൈവറിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പാ എന്താ പറയുക, നമ്മളല്ല സ്പാ ചെയ്യാൻ പോണ സ്ഥലത്തിനെ പറ്റി കുറേ ഞാൻ ഗൂഗിളിൽ നോക്കി റിവ്യൂസൊക്കെ നോക്കിയിട്ടാണ് പോണേ. കാരണം എങ്ങനത്തെ ആൾക്കാർ നമുക്കറിയില്ലല്ലോ. പക്ഷെ അവിടെ ഞാൻ ചോദിച്ചപ്പോൾ ലേഡീസ് സ്റ്റാഫുകളാണുള്ളത്. അതുപോലെ ഇപ്പോൾ ഈ റിസപ്ഷനിസ്റ്റ് മലയാളിയാണ്. അതുപോലെ നമ്മുടെ സൗത്ത് നോർത്ത് അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള മസാജസൊക്കെ ഇന്നൊക്കെ പറഞ്ഞത്. അപ്പം നമുക്ക് നോക്കാം. വെയിറ്റിംഗ് ഫോർ മൈ ഡ്രൈവർ. ഓട്ടച്ചട്ട. ഈ ഒരു കയോട്ടിക് ലൈഫിൽ നമുക്കായൊരു ദിവസം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഒരു മൊമെൻ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് അല്ലേ? നമുക്ക് റിലാക്സ് ചെയ്യാനും റിജുവനേറ്റ് ചെയ്യാനും വേണ്ടിയൊരു ഡേ. ഈ ഒരു ദിവസത്തിൽ ഞാൻ എനിക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്ന കുറച്ച് മൊമെൻറ്റ്സാണ് ഈ ഡാൻസ് ക്ലാസ്സും പാട്ട് ക്ലാസ്സും ഒക്കെ. ഈ കാണുന്നതാണ് എൻ്റെ ഡാൻസ് ക്ലാസ്. ഇത് കലാനിധി യോഗ മന്ദിർ, അവിടെയാണ് എൻ്റെ ഡാൻസ് ക്ലാസ്. ആദ്യം ഞാൻ നടക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. ബട്ട് ഇത് നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഒരുപാട് ദൂരം വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. 1 കിലോമീറ്ററിനാണ് കാണിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഒരുപാട് മുന്നോട്ട് വന്ന പോലെ ഉണ്ട്. എന്തായാലും ഊബർ ബുക്ക് ചെയ്യാൻ തോന്നിയത് വാസ് എ വോയിസ് ഡിസിഷൻ. എത്താറായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ സ്ഥലം മാറി വേറൊരു ഫ്ലോറിൽ ഒരു ബ്യൂട്ടി പാർലറിലോട്ടാണ് കയറിയത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ സ്പായിലെത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എത്തി. ഞാൻ 60 മിനിറ്റിൻ്റെ സ്വീഡിഷ് സ്പായാണ് ചൂസ് ചെയ്തത്.
ഇതാണ് നമ്മുടെ സ്ഥലം. നോക്ക്, ആ ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ചൊരു ഡിം ലൈറ്റിൽ ഭയങ്കര ഒരു റിലാക്സിങ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. അവിടെ ഫോട്ടോസും വീഡിയോസും ഒന്നും അലൗഡ് അല്ലായിരുന്നു. പിന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്തെടുത്തതാണ് ഈ വീഡിയോ. അങ്ങനെ സ്പാ കഴിഞ്ഞു. ഒരു 60 മിനിറ്റ്സ് പോയത് ഞാൻ അറിഞ്ഞില്ല. ഭയങ്കര രസമായിരുന്നു. അയ്യോ, എൻ്റെ ഷോൾഡർ പെയിനൊക്കെ, എനിക്ക് ഭയങ്കര ഷോൾഡർ പെയിനൊക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു റിലാക്സിങ് ആയിരുന്നു, റിജുവനേറ്റിംഗ് ആയിരുന്നു. ആസാമിലെ ഒരു പെൺകുട്ടിയാണ് എനിക്ക് സ്പാ ചെയ്തത്. അഞ്ജലി എന്നാ പേര്. പക്ഷേ സോ ഗുഡ്. അപ്പം പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് പറയായിരുന്നു, ഈ IT പ്രൊഫഷണൽസാണ് അധികവും ഇവിടെ സ്പായ്ക്ക് വരണേ. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും ഇങ്ങനെ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിലിരുന്നിട്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കും. അതുപോലെ പുള്ളിക്കാരത്തിനോട് പറയായിരുന്നു, ഈ കേരളത്തിലെ ആൾക്കാർ ഭയങ്കര നല്ല ബിഹേവിയറാണെന്നൊക്കെ. ഇവിടെ ഒരുപാട് പേര് വരാറുണ്ട്, പക്ഷെ അവരുടെ ബിഹേവിയർ, അവർ സംസാരിക്കണതൊക്കെ ഭയങ്കര റെസ്പെക്റ്റ്ഫുള്ളി ആണെന്നൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ തിരിച്ച് റൂമിൽ പോവും. അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു അതിന് മുന്നായിട്ടൊരു എൻ്റെ ഐബ്രോസൊക്കെ ഭയങ്കരമായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ സ്പാൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു ബ്യൂട്ടി പാർലറുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് പാർലറിൽ കയറി ഒന്ന് ത്രെഡ് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. ഇതാണപ്പോൾ താഴെ ഫ്ലോറിലുണ്ടായിരുന്ന ബ്യൂട്ടി പാർലർ. അവിടെ എത്തിയപ്പോഴേക്കും എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ വാച്ച് ഒന്ന് താഴെ വീണ് പൊട്ടിയായിരുന്നു. ഇറ്റ്സ് ഓക്കെ, ശരിയാക്കാം. ശരിക്കും ഇങ്ങനൊരു മിറർ വീട്ടിൽ കാണല്ലേ, ഇങ്ങനൊരു സ്പേസ്. അങ്ങനെ ത്രെഡ് ചെയ്തു. എന്തെങ്കിലും ഡിഫറൻസ് തോന്നുന്നുണ്ടോ ഗൈസ്? സാധാരണ ത്രെഡ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര റിസ്കി ഷോട്ടാണ്. കാരണം അതായത് റാൻഡമായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ത്രെഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. തിന്നാക്കോ അങ്ങനെയൊക്കെ. പക്ഷെ ഇത് അത്യാവശ്യം നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അവർക്ക് ഇൻസ്ട്രക്ഷൻസ് ഓൾറെഡി കൊടുക്കും, തിന്നാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇത് അത്യാവശ്യം തിന്നാക്കാണ്ട് നീറ്റായി ചെയ്തിട്ടുണ്ട്. ത്രെഡിങ്ങിനൊക്കെ ഇപ്പം എന്താ പൈസ? പണ്ട് 25 രൂപയ്ക്ക് ചെയ്തതാണ്, ഇപ്പോൾ 50 രൂപയാണ്. പക്ഷെ ഞാൻ ബാംഗ്ലൂർ സാധാരണ നാച്ചുറൽസിലാണ് ചെയ്യാറ്, അവിടെ 70. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് കുറവാണ്. പിന്നെ ഇവിടെ അടുത്ത് ഞാൻ DMart, ഞാൻ ജസ്റ്റ് ഒന്ന് DMartൽ കൂടി പോയിട്ട് തിരിച്ച് റൂമിൽ. ഇതാണ് DMart. നമ്മുടെ ബാംഗ്ലൂരുള്ളവർ മന്ത്ലി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും പോയി വാങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ, ഡ്രസ്സും എല്ലാം ഉണ്ട് ഇവിടെ. എനിക്ക് ഭയങ്കര ഷുഗർ ക്രേവിങ്സാണ്. അതുകൊണ്ട് ആദ്യം തന്നെ കണ്ട ഒരു ബ്രിട്ടാനിയയുടെ കേക്കാണ് ഞാൻ എടുത്തത്. രാഖി സ്പെഷ്യലിനൊരു കൗണ്ടർ കണ്ടു. എനിക്ക് തോന്നുന്നു രാഖീൻ്റെ സമയമായെന്ന് തോന്നുന്നു അല്ലേ. അപ്പം ഞാൻ DMartൽ നിന്നൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു നൈറ്റി പോലെ തോന്നുന്നുണ്ടല്ലേ. ഈ നെക്കൊക്കെ കുറച്ചും കൂടി വിട്ട് വേണമായിരുന്നു, സുഖമില്ല. സോ നമ്മളിത് എടുക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയത്. ഒരു ക്യൂട്ടായിട്ടൊരു ബാഗ് വാങ്ങി, പിന്നെ ഒരു കുർത്ത, പിന്നെ ക്ലിപ്പ്, പിന്നെ വീട്ടിലേക്ക് കുറച്ച് പാത്രം, ഗ്ലാസ്, ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയത്. അത്യാവശ്യം വിലക്കുറവ് തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഈ ഗ്ലാസും പാത്രമൊക്കെ ഞാൻ വാങ്ങിയത്. ഞാൻ മെയിൻലി എനിക്കൊരു കുർത്തയും എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്ന് വെച്ചാൽ പോയത്. അപ്പോൾ അവിടെ ഈ ഒരു വിലക്കുറവ് കണ്ടപ്പോഴാണ് ഞാൻ വാങ്ങിയത്. പിന്നെ ആ പർപ്പിൾ കളറിലുള്ളത് ഷർട്ടാണ്, ഞാൻ അച്ഛന് വേണ്ടി വാങ്ങിയതാണത്. DMartൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഐദർ ഒരു സോഫ്റ്റി അല്ലെങ്കിൽ ഒരു പോപ്കോൺ വാങ്ങി കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പതിവ് പോലെ സോഫ്റ്റി തന്നെയാണ് വാങ്ങിയത്. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് ഞാൻ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്നെ ഹാപ്പിയാക്കുന്ന 1-2 കാര്യങ്ങൾ ചെയ്തു. എനിക്ക് വേണ്ടി പർച്ചേസ് ചെയ്തു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരു സ്പാ ചെയ്തു. അതൊരു അടിപൊളി സ്പാ ആയിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ചെത്തി, ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ടെറസിൽ വന്ന് ഇങ്ങനെ ലേക്ക് നോക്കി നിന്നു. ഇപ്പോൾ ലേക്കിൻ്റെ അവസ്ഥ മൊത്തം ഒരു പച്ചപ്പാണ് കേട്ടോ, ഫുൾ പായലാണ്. കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മാറി നല്ല ക്ലിയർ വാട്ടറായിട്ട് കാണാൻ പറ്റും. കുറച്ച് നേരം ഇവിടേക്ക് നിന്ന് എൻജോയ് ചെയ്ത് ഇനി എനിക്ക് അമ്പലത്തിൽ പോകണം. ഇവിടെ അടുത്ത് ഞാൻ പോകണ ഒരു ശിവക്ഷേത്രമുണ്ട്, അവിടെ പോകണം. അത് കഴിഞ്ഞ് ഡാൻസ് ക്ലാസ്സിൽ പോകണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഒരു പ്ലാൻ.
ശരിക്കും ഈ ടെറസിൻ്റെ മുകളിൽ നിന്നിട്ട് ആകാശം നോക്കാൻ ഭയങ്കര രസമാണ്. എനിക്കെപ്പോഴും ആകാശം ഭയങ്കര ഡീപ്പായിട്ട് തോന്നിയിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ. നോക്ക് ആ ക്ലൗഡ് ബെഡൊക്കെ നോക്കി, എന്ത് രസമല്ലേ കാണാൻ. ഒരു ക്യാൻവാസ് പോലെയില്ലേ ഇപ്പോൾ ഈ ആകാശം കാണാനായിട്ട്. അപ്പം ഞാൻ കുളിച്ച് യാത്രയായി ഇനി ഡാൻസ് ക്ലാസ്സിലേക്ക് പോവാണ്. അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് കുളിച്ചതും റെഡിയായതും. പക്ഷേ കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ടൈം ഒരുപാട് ലേറ്റായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഡാൻസ് ക്ലാസ്സിൽ പോവാം, അമ്പലത്തിൽ ഇനി മറ്റൊരു ദിവസം പോകാമെന്ന്. ഓൾറെഡി കാരണം ഞാൻ പാട്ട് ക്ലാസ് മിസ് ചെയ്തു. ആ DMart പോയതുകൊണ്ടാണ് അതെല്ലാം ഉണ്ടായത്. അപ്പോൾ ഓൾറെഡി പാട്ട് ക്ലാസ് മിസ്സായി, പിന്നെ ഡാൻസ് ക്ലാസ് കൂടി മിസ് ചെയ്യേണ്ടെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഡാൻസ് ക്ലാസ്സിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ ഡാൻസ് ക്ലാസ്. അപ്പോൾ ഈ ഒരു കവല ഉണ്ടോ, എവിടെ എപ്പോഴും ഈ ചേട്ടന്മാരിങ്ങനെ ഇരിക്കുന്നുണ്ടോ ഡെയിലി. നമ്മുടെ നാട്ടിൻപുറത്ത് ചായക്കടയും ചായക്കടയിൽ മുന്നിലിരിക്കുന്ന കുറച്ച് ചേട്ടന്മാരുണ്ടാവില്ലേ, അതുപോലെയാണ് ഇവിടുത്തെ ഈ ഒരു നമ്മുടെ കവലയുടെ അവിടെ ഇരിക്കുന്ന കടയിലത്തെ ചേട്ടന്മാരും. അങ്ങനെ എൻ്റെ ഡാൻസ് ക്ലാസ്സിലെത്തി. ഇതാണ് എൻ്റെ ഡാൻസ് ക്ലാസ്, കലാനിധി കലാ സ്റ്റുഡിയോ. ഐ എം ഡൺ ഫോർ ദ ക്ലാസ്. പക്ഷേ ഇന്ന് സ്റ്റെപ്സ് ഭയങ്കര ടഫായിരുന്നു. എനിക്ക് കാരണം ഭയങ്കര ഡിസപ്പോയിൻറ്റഡാണ് ഞാൻ. കാരണം ഭയങ്കര ഫാസ്റ്റ് നമ്പർ ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ലേൺ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളാണ് ചെയ്തത്, അല്ലെങ്കിൽ എന്നെ ഹാപ്പി ആക്കണ കുറേ കാര്യങ്ങളാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുക.